സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസം. 1986 പുത്തൻ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? 1986 പുത്തൻ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. സ്വയംഭരണ കോളേജുകൾ, കൽപ്പിത സർവകലാശാലകൾ എന്നീ ആശയങ്ങൾ മുന്നോട്ടുവച്ച വിദ്യാഭ്യാസ നയമേത്? സ്വയംഭരണ കോളേജുകൾ, കൽപ്പിത സർവകലാശാലകൾ എന്നീ ആശയങ്ങൾ മുന്നോട്ടുവച്ച വിദ്യാഭ്യാസ നയം 1986 പുത്തൻ വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമേത്? ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, അതായത് UGC. UGC ആരംഭിച്ചതെന്ന് 1953 ഡിസംബർ 28. UGCക്ക് നിയമപ്രാബല്യം കിട്ടിയത് ഏത് വർഷം? 1956. UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ. UGCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ഈ UGC ആരംഭിച്ചതെന്നാണ് 1953 ഡിസംബർ 28. ഇതിന് നിയമപ്രാബല്യം കിട്ടുന്നത് 1956. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ഇന്ത്യയിലെ സർവകലാശാലകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ഈ UGC എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത്? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1. എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 അത് പ്രാബല്യത്തിൽ വരുന്നത് 2010. വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 86-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷമേത്? 86-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2002 ഡിസംബറിലാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശം എന്ന നിലയിൽ ഭരണഘടനയുടെ ഏതു വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വിദ്യാഭ്യാസത്തെ മൗലികാവകാശം എന്ന നിലയിൽ ഭരണഘടനയുടെ ഏതു വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വകുപ്പ് 21A. ഇഗ്നോ സ്ഥാപിതമായ വർഷമേത്? ഇഗ്നോ സ്ഥാപിതമായ വർഷം 1985. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 ആരംഭിച്ച പദ്ധതി ഏത്? പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 ആരംഭിച്ച പദ്ധതി DPEP. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയത് എന്ത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായി 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്ത പദ്ധതി ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ്? പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്ത പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ച വർഷം 1987. സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് 2018 തുടങ്ങിയ പദ്ധതി ഏത്? സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് 2018 തുടങ്ങിയ പദ്ധതി സമഗ്ര ശിക്ഷാ അഭിയാൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപവൽക്കരിച്ച സ്ഥാപനം ഏത്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപവൽക്കരിച്ച സ്ഥാപനം സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനം ഏത്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിടുന്ന സ്ഥാപനം ലളിതകലാ അക്കാദമി. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളാണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഏത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ.